ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് അല്ലേ? എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങള്? അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ടു. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണേ, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 2 ഡിജിറ്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് 10 മുതൽ 30 വരെ, 10 മുതൽ 30 വരെയുള്ള നമ്പറുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. 1 മുതൽ 30 വരെ. ഇനി ബാക്കി പഠിക്കണ്ടേ? ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ മറന്നുപോയോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഇതാണ് നമ്മളെ സെന്റർ പോയിന്റ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്തുള്ളതാണ് 10ന്റെ പ്ലേസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. 10, 20, 30 ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ 3 വന്നു, ഇവിടെ 0 വന്നു. ഇപ്പൊ 24 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പറാണ് വേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ 2ഉം 1ന്റെ ഭാഗത്ത് 4ഉം വേണം. സാധാരണ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ വേണം അബാക്കസിൽ ചെയ്യാൻ. ഇപ്പൊ 24ന്ന് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഏത് നമ്പർ എഴുതുക? 4 ആണോ എഴുതുക? അല്ലല്ലോ, 2 അല്ലേ? 2 എഴുതിയതിന് ശേഷം മാത്രമാണ് നമ്മൾ 4 എഴുതുക. പക്ഷെ നമ്മൾ അബാക്കസിൽ ചെയ്യുന്ന സമയത്ത് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടും ഒരുമിച്ച് ചെയ്യണേ. ഞാനതാ പ്ലേസിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പറഞ്ഞത്. ഇടതുവശത്ത് 2ഉം വലതുവശത്ത് 4 എന്ന് പറഞ്ഞത്. ഇതെന്താ വായിക്കാം? 24, 24, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഈ 31 മുതൽ നമുക്ക് പഠിക്കാം അല്ലേ? 31 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 3 എഴുതും, തൊട്ടടുത്ത് 1 എഴുതണം. 3ന്റെ വലതുവശത്ത് വേണം 1 വരാൻ. ഇത് ഇടതുവശല്ലേ? നമ്മൾ പെൻസിൽ പിടിച്ചിരിക്കുന്നത് ആ വശത്ത് നമ്മൾ 1ഉം അബാക്കസ് പിടിച്ചിരിക്കുന്നതിന്റെ ഇടതു ഭാഗത്ത് ഈ 3ഉം ചെയ്യണം. എത്ര വായിക്കാം? 30. എത്ര വായിക്കാം? 31. 31. 31 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ്? 32. 32, 33, 34, 35, 36, 37, 38, 39, 40. ഓക്കെ, ഇവിടെ 4 വന്നു. തൊട്ടടുത്ത് എത്രയാണ്? ഇവിടെ 1, 2, 3, 4. ഇത് നമ്മളിങ്ങനെ എണ്ണിയപ്പോൾ 4 എന്ന് വായിച്ചു. പക്ഷേ ഇത് ഏത് വശത്താണ്? ഇടതുവശത്താണ്. ഈ സെന്റർ പോയിന്റിൽ 4 വന്നാലാണ് നമ്മൾ 4 എന്ന് പറയാ. ഇതിന്റെ ഇവിടെ 0 ഉണ്ട്, അതിന്റെ ഇടത് വശത്താണ് നമ്മൾ 4 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ വായിക്കാം? 4ന്റെ അടുത്ത് 0 എഴുതിയാൽ നമ്മൾ എന്താ വായിക്കാം? 40, 40. ഇത് വായിക്കാം 40, 41, 42, 43, 44, 45, 46, 47, 48, 49. 49 വരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 50 ആണ്. 50 അല്ലേ? അടുത്ത ക്ലാസ്സിൽ 50 എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.